കൊട്ടിയൂരിലെ ഗതാഗത കുരുക്കിന് അറുതിയായില്ല. മലയോര റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. ചുങ്കക്കുന്ന് ഭാഗത്ത് ഗതികെട്ട് നാട്ടുകാർ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നയിടങ്ങളിൽ കല്ലിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടിയൂരിലുണ്ടായ ഗതാഗതക്കുരുക്കിൽ നാട്ടുകാരും ക്ഷേത്ര ദർശനത്തിനെത്തിയവരും മാത്രമല്ല വലഞ്ഞത്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനാവാതെ കുഞ്ഞു മരിക്കുകയും ചെയ്തു. അമ്പായത്തോട് മുതൽ കേളകം വരെയുള്ള 11 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 7-8 മണിക്കൂറാണ് വാഹനങ്ങൾ കാത്തുനിന്നത്. മലയോര ഹൈവേയുടെ വീതിക്കുറവും റോഡരികിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടാനെടുത്ത കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നതിനാൽ റോഡിന്റെ വശങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാവുകയാണ്. 12 മീറ്റർ വീതിയുള്ള മലയോര ഹൈവേയുടെ 5.6 മീറ്റർ മാത്രമാണ് ടാറിംഗുള്ളത്. 2 വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ റോഡിന്റെ വശങ്ങളിലേക്ക് മാറ്റേണ്ടി വരുമ്പോൾ വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു പോവുകയാണ്. ചുങ്കക്കുന്ന് ഭാഗത്ത് ഗതികെട്ട് നാട്ടുകാർ വാഹനങ്ങൾ താഴ്ന്നു പോകുന്ന ഇടങ്ങളിൽ കല്ലിട്ടിട്ടുണ്ട്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്സവത്തിനു മുമ്പായി മലയോര ഹൈവേയിലെ റോഡരികിലെ കാനകൾ വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. കാനകൾ വൃത്തിയാക്കാത്തതുമൂലം റോഡിൽ കൂടിയാണ് വെള്ളം ഒഴുകുന്നത്. ആവശ്യത്തിന് നടപ്പാതകളും റോഡരികിലില്ല. ചെളി നിറഞ്ഞ റോഡിലൂടെ നടക്കാൻ സാധിക്കാതെ ഭക്തർ റോഡിൽ കയറി നടക്കുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. മലയോര ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വരുന്ന കൊട്ടിയൂർ സമാന്തര റോഡിന്റെ സ്ഥിതിയും ശോചനീയമാണ്. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് പുനർനിർമ്മിച്ചപ്പോൾ ടാറിംഗ് 3.75 മീറ്ററായി ചുരുങ്ങി. ഇതോടെ ചെറുവാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള തിരക്കുകളും അതിനനുസരിച്ച് ജനങ്ങളുമാണ്. വിവിധ സ്റ്റേറ്റുകളിൽ നിന്നാണ് ജനങ്ങൾ എത്തുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള പരിമിതികൾ റോഡിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ വരുന്ന ഭക്തർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദികളെന്ന് പറയുന്നത് ഒരു പരിധിവരെ ഡിപ്പാർട്ട്മെൻറ്റാണ്. PWD റോഡിൻ്റെ കൈവശമിരിക്കുന്ന റോഡുകൾ നിലവിലുള്ള പാൽച്ചുരം സൈഡിലോട്ട് അമ്പായത്തോട് മുതൽ പാൽച്ചുരം വരെയുള്ള റോഡുകൾ 12 മീറ്റർ വീതിയിൽ പണിയാൻ വേണ്ടി നമുക്ക് ഉത്തരവുകളായതാണെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നില്ല എന്ന് പറയുമ്പോൾ 12 മീറ്റർ റോഡിൻ്റെ ടെൻഡർ നടക്കേണ്ടതാണ്. ടെൻഡർ ഇപ്പം നടക്കുമെന്നാണ് നിലവിൽ KRFBക്കാർ റോഡ് ഫണ്ട് ബോർഡുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാകുന്നില്ല. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും കൊട്ടിയൂരിൽ കൂടുതൽ ആളുകൾ എത്തുന്നതിനാൽ പുലർച്ചെ മുതൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളും നിറയുകയാണ്. തുടർന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടം കിട്ടാതെ റോഡിൽ തന്നെ തുടരേണ്ടി വരുന്നതും കുരുക്കിന് വലിയ കാരണം തന്നെ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.